രൂപ തരൂ. അതെന്തിനാണ് നിനക്കൊരു 10 രൂപ? ആ അതന്നെ, നിനക്കിപ്പോ എന്തിനാ 10 രൂപ? അത് ഉപ്പച്ചി ഒരു പാവത്തിന് കൊടുക്കാനാണ്. ആ പാവ പുരിവേത്ത് നിൽക്കുന്നു. ഉപ്പച്ചേ, ഇതിൽ എന്തോ ഒരു കള്ളത്തരം ഉണ്ട് കേട്ടാ. അതങ്ങനെ കള്ളത്തരൊന്നും പറയില്ല, എനിക്കറിയാം. ഏതെങ്കിലും സുഖമില്ലാത്തവരെ കണ്ടിട്ടുണ്ടാവും, അവർക്ക് കൊടുക്കാനാവും. ഇതാ മോളെ, താഴെ പ്ലീസ്. ഇത് അവർക്ക് കൊടുത്തിട്ട് ഓടി വാ. ഇതിപ്പോ എവിടുന്ന ഒരു ഐസ്ക്രീം കിട്ടിയത്? അത് ആ പുരിവേത്ത് നിക്കണ പാവത്തി കൊടുത്തപ്പോ തന്നതാണ്. പാവ ഉപ്പച്ചിനെ പറ്റിച്ച്. അതവൾക്ക് ഐസ്ക്രീം വാങ്ങാനുള്ള സൂത്രായിരുന്നു. എന്തായാലും കാശ് പോയി. ഒരു സൂത്രം ഉപയോഗിച്ച് നോക്കാം. മോളെ, ഉപ്പച്ചിക്ക് കുറച്ച് ഐസ്ക്രീം തരുമോ? ആടി, ഉപ്പച്ചി പൈസ തന്നല്ലേ, ഉപ്പച്ചിക്ക് കുറച്ച് കൊടുത്താളെ. കുറച്ച് എനിക്കും കുറച്ച് തിന്നാ മതിട്ടാ. ഹായ്, നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. സൂപ്പറാണ് കേട്ടാ. എന്നാ മോള് കഴിച്ചോ ബാക്കിയുള്ളത്? തന്നെ ഉപ്പച്ചി അത്ര ഉപ്പച്ചി. പടച്ചോനെ, പണി പാടിയല്ലോ. കരച്ചിലാണെങ്കിൽ നിർത്തണമില്ല, ഐസ്ക്രീം കാരനാണെങ്കിൽ പോവുകയും ചെയ്ത്. എടി മിന്നോ, നീ ഒരു കാര്യം ചെയ്തേ, ആ ഐസ്ക്രീം കമ്പനി പോയിട്ട് 2 ഐസ്ക്രീം മേടിച്ചിട്ട് വന്നേ. എന്താ കാശ്? ആ ഉപ്പച്ചി, ഞാൻ വാങ്ങിട്ട് വരാം. നീ ഇത്ര പെട്ടെന്ന് തിരിച്ചു വന്നോ? അതെ, അവിടെ ഐസ്ക്രീം കമ്പനിക്കാർ സമരത്തിലാ തോന്നുന്നുണ്ട്. അവിടെ ഐസ്ക്രീം വന്നില്ല എന്ന് എഴുതിച്ചിട്ടുണ്ട്. എടി മണ്ടി, അത് ഐസ്ക്രീം വന്നില്ല എന്നല്ല, ഐസ്ക്രീം വാനില എന്നാണ് എഴുതി വെച്ചിരുന്നത്. നല്ല ആളെയാണ് ഐസ്ക്രീം മേടിക്കാൻ വിട്ടത്.